നിഷാദെ, അർജുൻ്റെ വീട്ടിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ, അർജുൻ്റെ നാട്ടുകാരായ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അർജുൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അവർ കഴിഞ്ഞ 72 ദിവസങ്ങളായുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഇന്നലെയാണ് അതിൽ അർജുനെ കണ്ടെത്താൻ, അർജുൻ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പോലും അവർക്ക് സാധിച്ചിട്ടുള്ളത്. അവർ അതിനോട് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അച്ഛൻ കഴിഞ്ഞ ദിവസം തന്നെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അച്ഛന് വീണിട്ട് ഒരു പരിക്ക് പറ്റി. അച്ഛനും ഇപ്പോൾ കിടപ്പിലാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്നത് അർജുൻ്റെ അച്ഛനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒപ്പം അർജുൻ്റെ നാട്ടുകാരായ ആളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അർജുൻ്റെ വീടിന് പിന്നിൽ, ഈ വീട് എന്ന് പറയുന്നത് അർജുൻ്റെ ഒരു സ്വപ്നം പോലെ വെച്ച ഒരു വീടാണ്. ആ വീടിന് പിൻവശത്തായിട്ടാണ് അർജുൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ അച്ഛൻ അർജുൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, കാരണം അവൻ അധിക കാലം അവൻ ഈ വീട്ടിൽ താമസിക്കാൻ സാധിച്ചിട്ടില്ല. വീടിനോട് ചേർന്ന് അവന് അന്ത്യവിശ്രമം ഒരുക്കണമെന്നുള്ള കാര്യമാണ് അർജുൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീടിനോട് ചേർന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊപ്പം